നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിനെയും പാലക്കാടിനെയും ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഭൂചലനം. തൃശൂരിലെയും പാലക്കാട്ടെയും വിവിധ പ്രദേശങ്ങളിലാണ് തുടർച്ചയായി രണ്ടാം ദിവസവും ഭൂചലനം എത്തുമ്പോൾ നാട്ടുകാരെല്ലാം ഭീതിയിലാണ്. നേരിയതായിരുന്നു രണ്ട് ഭൂചലനങ്ങളും എന്നതാണ് ആശ്വാസമാകുന്നത്. ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 3:55 തൃശൂരിൽ ഭൂചലനം അനുഭവപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. കുന്നംകുളം, എരുമപ്പെട്ടി, വേലൂർ, വടക്കാഞ്ചേരി മേഖലകളിലാണ് പ്രകമ്പനം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഏതാനും സെക്കൻഡുകളും മാത്രമാണ് ഇത് നീണ്ടുനിന്നത്. ഇന്നലെ രാവിലെയും ഈ മേഖലയിൽ ഭൂചലനം ഉണ്ടായിരുന്നു. പാലക്കാട്, തൃത്താല, ആനക്കര ഭാഗങ്ങളിലാണ് ഇന്ന് പുലർച്ചെ 4 മണിയോടെ ഭൂചലനം ഉണ്ടായത്. തുടർ ചലനങ്ങൾ ഉണ്ടായേക്കാമെന്നും എന്നാൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യം നിലവിലില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ ഇന്നത്തെ ഭൂചലനവും 3 തീവ്രത രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. ഇന്നലെയും 3 തന്നെയായിരുന്നു റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ തുടർ പരിശോധനകളും ഉണ്ടാകും. ഭൂമിയിലെ ഫലക ചലനമാണിത് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഭയക്കേണ്ടതില്ലെന്നും മുൻപും ഇത്തരം ചലനം ഉണ്ടായിട്ടുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നു. റിക്ടർ സ്കെയിലിൽ 3 തീവ്രതയായിരുന്നു കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. കുന്നംകുളം, ചാവക്കാട്, ഗുരുവായൂർ, കേച്ചേരി, കോട്ടൂൽ, കടവല്ലൂർ, അക്കിക്കാവ്, കടങ്ങോട്, എരുമപ്പെട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസം ഭൂചലനം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ രാവിലെ ഏകദേശം ഒരു 8:15 ഉഗ്രമുഴക്കത്തോടെയുള്ള പ്രകമ്പന ശബ്ദം ഉണ്ടായത്. അത് ഏതാനും സെക്കൻഡുകൾ, ഏകദേശം ഒരു 4 സെക്കൻഡുകളും അനുഭവപ്പെട്ടു എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. പരിഭ്രാന്തരായ ആളുകളിൽ പലരും വീടിന് പുറത്തിറങ്ങി. എന്നാൽ എവിടെയും വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ചില വീടുകളിൽ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ ജില്ലയിൽ കുന്നംകുളം, തലപ്പള്ളി താലൂക്കുകളിലെ വിവിധ ഭാഗങ്ങളിലും അതിർത്തിയിലുള്ള പാലക്കാട് ജില്ലയിലെ പ്രദേശങ്ങളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. രാവിലെ 8:15 ഏകദേശം 4 സെക്കൻഡ് നീണ്ടുനിന്ന മുഴക്കത്തോടു കൂടിയ പ്രകമ്പനമാണ് റിപ്പോർട്ട് ചെയ്തത്. നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ 3 തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും വിറയലും അനുഭവപ്പെട്ടു. റവന്യൂ ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു. തൃശൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കു മാറിയാണ് പ്രഭവ കേന്ദ്രമെന്നാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെ പ്രാഥമിക നിഗമനം. വീണ്ടും ഭൂചലനം ഉണ്ടായ സാഹചര്യത്തിൽ കേന്ദ്രം വീണ്ടും പരിശോധനകൾ നടത്തും. പ്രഭവ കേന്ദ്രം തിരിച്ചറിയാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിശകലനം തുടങ്ങി. ഇന്നലത്തെ ഭൂചലനത്തിൽ തൃശൂർ കൂരമൂച്ചി അന്തിക്കാട് ടോമിയുടെ വീടിന്റെ ഭിത്തിക്കും തറയ്ക്കും നേരിയ വിള്ളൽ ഉണ്ടായി. വർക്കേരിയയിലാണ് വിള്ളൽ. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് മാറി. എരുമപ്പെട്ടി മേഖലയിൽ വീട്ടിലെ പാത്രങ്ങളും കട്ടിലും മറ്റും ചലിച്ചതായി നാട്ടുകാർ പറയുന്നു. പാലക്കാട് തൃത്താല നിയോജക മണ്ഡലത്തിലെ തിരുമിറ്റക്കോട്, നാഗലശ്ശേരി, ചാലിശ്ശേരി, കക്കാട്ടിരി, കോട്ടപ്പാടം, മധുപ്പുള്ളി, കോതച്ചിറ, ഏഴുമങ്ങാട്, കപ്പൂർ, കുമരനെല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം അനുഭവപ്പെട്ടത്. വീടുകളുടെ ജനലുകൾക്കും കുലുക്കം അനുഭവപ്പെട്ടു. ഭാരതപ്പുഴയുടെ തീരം ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത്. ഇടിമുഴക്കത്തോടു കൂടിയുള്ള പ്രകമ്പനമാണ് സംഭവിച്ചത്. മാത്രമല്ല അധികം നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കാനും അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ജനങ്ങളുടെ ഭയം മാറ്റുവാനുള്ള കാര്യങ്ങളും ചെയ്യാനും ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്.